ഏറ്റുമാനൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ തിരുവുത്സവത്തിന് ഫെബ്രുവരി 27-ന് കൊടിയേറും. തിരുവുത്സവ ചാർത്ത് പ്രകാശനം നടന്നു. വ്യാഴാഴ്ച രാവിലെ 10:45-നും 11:05-നും മധ്യയുള്ള ശുഭമുഹൂർത്തത്തിൽ ബ്രഹ്മശ്രീ കണ്ഠരര് രാജീവര്, ബ്രഹ്മശ്രീ കണ്ഠരര് ബ്രഹ്മദത്തൻ, മേൽശാന്തി ബ്രഹ്മശ്രീ ഇങ്ങേത്തല രാമൻ സത്യനാരായണൻ എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് തൃക്കൊടിയേറ്റ് നടക്കുന്നത്. തിരുവുത്സവത്തിന്റെ നോട്ടീസ് ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ അച്ചയൻസ് ഗോൾഡ് മാനേജിംഗ് ഡയറക്ടർ ടോണി വർക്കിച്ചന് നൽകി പ്രകാശനം നിർവഹിച്ചു. ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് 2,85,00,000 രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് നടപ്പാക്കുന്നതെന്ന് മന്ത്രി VN വാസവൻ പറഞ്ഞു. 45 ലക്ഷം രൂപ മുടക്കി ബലിക്കൽപുരയുടെ നവീകരണമടക്കം പൂർത്തിയാക്കും. ഭജനമഠം നവീകരണമടക്കമുള്ള കാര്യങ്ങൾക്കായി 15,38,000 രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. 11 ലക്ഷം രൂപ മുടക്കി കിഴക്കേ ഗോപുര വികസന പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കും. കൈലാസ് ഓഡിറ്റോറിയം നവീകരണവും വൈകാതെ പൂർത്തിയാക്കും. 17,96,000 രൂപ ചെലവഴിച്ച് കല്യാണ മണ്ഡപം നവീകരിച്ചു. ഊട്ടുപുരയുടെ നവീകരണവും പൂർത്തിയായി. 13,30,000 രൂപയാണ് ഇതിന് ചെലവായത്. 12,19,000 രൂപ ചെലവിൽ ക്ഷേത്രത്തിലേക്കുള്ള റോഡുകളുടെ നവീകരണം പൂർത്തിയാക്കി. 7 ലക്ഷം രൂപ ചെലവിൽ കുളപ്പുര നവീകരണവും പൂർത്തിയായി. വാർഷിക അറ്റകുറ്റപ്പണികൾ 2 ദിവസത്തിനകം പൂർത്തിയാകുമെന്നും മന്ത്രി പറഞ്ഞു. ഇന്ന് മഹാശിവരാത്രിയാണ്. ഈ ദിനത്തിൽ തന്നെ ഉത്സവത്തിൻ്റെ പരിപാടികൾ ഉൾക്കൊള്ളുന്ന നോട്ടീസ് പ്രസിദ്ധീകരിക്കാൻ തിരഞ്ഞെടുക്കുകയും ഭക്തജനങ്ങളുടെ സാന്നിധ്യത്തിൽ ആ ചടങ്ങ് നിർവഹിക്കുകയാണ് ഇന്നത്തെ ആദ്യത്തെ ദൗത്യം. രണ്ടാമതായി ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിൻ്റെ വിവിധ തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് ഈ കാലഘട്ടത്തിൽ ഞങ്ങൾ കാലേകൂട്ടി പരിപാടി തയ്യാറാക്കി. അത് നേരത്തെ തന്നെ എന്നോട് പ്രഖ്യാപിച്ച ചില കാര്യങ്ങൾ. ഒന്ന്, 16-ാം നൂറ്റാണ്ടിൽ തന്നെ നമ്മുടെ ഈ മഹാക്ഷേത്രത്തിൻ്റെ ചുവരുകളിൽ വളരെ മനോഹരമായി എല്ലാവരും കണ്ടിട്ടുള്ള ശില്പകല, എത്രയോ മനോഹരമായ ചുവർച്ചിത്രങ്ങൾ, അതെല്ലാം മാഞ്ഞു പോകുന്നൊരവസ്ഥ വന്നിരുന്നതുകൊണ്ട് ഞാൻ MLA ആയ ഘട്ടത്തിൽ തന്നെ ആദ്യം ചെയ്ത ഒരു ജോലി ആറന്മുള വാസ്തുവില വിദ്യാഭ്യാസ പീഠവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ പ്രധാനപ്പെട്ട ആർക്കിടെക്റ്റുകളെ വിളിച്ചു വരുത്തി, അതേപോലെ തന്നെ ചിത്രകലയുമായി ബന്ധപ്പെട്ട ക്ഷേത്രം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അരവിന്ദ് SG നായർ സ്വാഗതം പറഞ്ഞു. വൈക്കം ഡെപ്യൂട്ടി ദേവസ്വം കമ്മീഷണർ KR ശ്രീലത, അസിസ്റ്റന്റ് ദേവസ്വം കമ്മീഷണർ കവിത G നായർ, ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് പ്രൊഫസർ PS ശങ്കരൻ നായർ, സെക്രട്ടറി PG സോമൻ, വൈസ് പ്രസിഡന്റ് M സജയകുമാർ, നഗരസഭാ കൗൺസിലർമാരായ ES ബിജു, ഉഷ സുരേഷ്, ടോണി വർക്കിച്ചൻ, ഷിനിൽ കുര്യൻ, ദേവസ്വം വകുപ്പ് ഉദ്യോഗസ്ഥർ, ഉപദേശക സമിതി അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. I4U ന്യൂസ്, ഏറ്റുമാനൂർ.